ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചസ് ആണ്, അതുപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു ക്വാളിറ്റിയും നമ്മൾ നമ്മുടെ ചാനലിൽ സ്ഥിരം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു രീതിയിൽ വരില്ല. അതിന് തുടക്കം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കാറ്റിലും മഴയും കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ ക്യാമറയിൽ ചാർജ് ഇല്ല, ലൈറ്റിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ബാൽക്കണി വെച്ചാണ് എടുക്കുന്നത്. അത് മാത്രമല്ല ഫോണിൻ്റെ ക്യാമറയിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ അറിയാമല്ലോ, ഇന്നലത്തെ ആ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നത്. അപ്പം ആ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് നിങ്ങൾ ക്ഷമിക്കുക. ഇതൊരു നമ്മളെ എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യുന്ന ഒരു കടുങ്കൈയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലത്തെ കളിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? RCB അങ്ങനെ 2016 ശേഷം വീണ്ടും ഒരു IPL ഫൈനലിൽ എത്തിയിരിക്കുന്നു. അതും തീർത്തും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഇപ്പോൾ പോയിന്റ് ടേബിളിലെ നമ്പർ 1, നമ്പർ 2 ഈ രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ നമ്മളൊരു ക്ലോസ് കോണ്ടസ്റ്റ് പ്രതീക്ഷിക്കും. പക്ഷേ ഇന്നലത്തെ മത്സരം അങ്ങനെ ഒരു ക്ലോസ് കോണ്ടസ്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ 60 പന്ത് ബാക്കി നിൽക്കിയ ഒരു ടീം ഒരു T20 മത്സരത്തിൽ ജയിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ഡോമിനേറ്റിംഗ് ആയ ഷിയർ ഡോമിനൻസ് ആണ് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കാണുന്നത്. നമ്മൾ ഇതിനു മുൻപ് നടന്ന 2 RCB മത്സരങ്ങളിൽ നമ്മൾ അവരുടെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിങ് ഒരു ലാക്ക് ലിസ്റ്റർ ആണ്. പ്രത്യേകിച്ച് ആ 20 ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് ആ കാര്യമായിട്ട് ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാത്ത ബോളിങ്, അതുപോലെ തന്നെ ലൈനും ലെങ്തും പ്രോപ്പർ ആവുന്നില്ല. പിന്നെ ഫീൽഡിങ്ങിലാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു ഫീൽഡിൽ എനർജി, ആ ഒരു ഫസ്റ്റ് ബോൾ തൊട്ട് ആ ഒരു ഫീൽഡിൽ എക്സ്ട്രാ എനർജി, ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബോളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹേസൽവുഡ് കൂടി തിരിച്ചു വന്നതോടുകൂടി എൻറ്റയർലി വേറൊരു ബോളിംഗ് ലൈനപ്പ് പോലെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അറൗണ്ട് 220+ വിട്ടുകൊടുത്തൊരു ബോളിംഗ് യൂണിറ്റ് അല്ല ഇന്നലെ നമ്മൾ കണ്ടത്. ആ ഒരു അതായത് എതിർ ടീമിനെ ഏത് വിധേനയും തോൽപ്പിക്കണം എന്നുള്ളൊരു ഇൻറ്റൻസിറ്റിയോട് കൂടിയുള്ളൊരു ബോളിംഗ് യൂണിറ്റും അതിനെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫീൽഡിംഗ് യൂണിറ്റുമാണ് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കണ്ടത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പഞ്ചാബ് ബാറ്റേഴ്സിൻ്റെ ഷോർട്ട് സെലക്ഷൻസും ഒക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോൾ അറിയാം, ഇന്നത്തെ പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വിംഗ് ഉണ്ടായിരുന്നു, നല്ല ബൗൺസ് ഉണ്ടായിരുന്നു, ബോളിങ്ങിനെ തീർച്ചയായിട്ടും പിന്തുണച്ചിരുന്ന പിച്ചായിരുന്നു. അതിൻ്റെ കൂടെ RCB എയ്ഡ് ചെയ്തത് പഞ്ചാബ് ബാറ്റേഴ്സിൻ്റെ ഒരു ലാക്ക് ലസ്റ്റർ ബാറ്റിംഗ് കൂടിയാണ്. ഇപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ തുടക്കം കുറച്ച് വിക്കറ്റ് പോവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് ഒന്ന് റീഅനലൈസ് ചെയ്തിട്ട് വേണം പിന്നീടുള്ള ചിലപ്പോൾ 200 ഒന്നുള്ള പിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ 160 നല്ലൊരു ടോട്ടലായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് കണ്ടീഷൻസ് ഒന്ന് റീഅനലൈസ് ചെയ്തിട്ട് ആ ഒരു മൈൻഡിലുള്ള ടാർഗറ്റ് വീണ്ടും ഒന്ന് പരിശോധിച്ച് ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് വേണം പിന്നീട് കളിക്കാൻ. എന്നാൽ ഇന്നലെ അവർക്ക് അതിന് കഴിഞ്ഞില്ല. പഞ്ചാബ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ ഉളവാക്കുന്ന ഒരു കാര്യമാണത്. പിന്നൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു അവസരം കൂടി അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ക്വാളിഫയർ 2 ഉണ്ട്. അതാണ് അവർക്ക് ഉള്ള ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിനി മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്നലെ രജത് പട്ടിദാർ ക്യാപ്റ്റനായിട്ട് തിരിച്ചെത്തി, ടോസ് നേടുകയും ചെയ്തു. അപ്പോൾ ടോസ് നേടിയിട്ട് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇനി ടീമിലെ ചേഞ്ചസ് പറയുകയാണെങ്കിൽ ഹേസൽവുഡ് ന്യൂവാൻ തുഷാരയ്ക്ക് പകരം ടീമിലെത്തി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കോമ്പിനേഷൻസ് ഒന്നും അവർ ട്രൈ ചെയ്തില്ല, പ്രത്യേകിച്ച് പ്ലേ ഓഫ്സ് ആണ്. അപ്പോൾ പിന്നെ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു റീസൺ കൊണ്ടായിരിക്കണം അവർ വേറൊരു ചേഞ്ചിന് മുതിരാതിരുന്നത്. ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് യാൻസിന് പകരം അസ്മത്തുള്ള ഒമർ സായി, അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ചഹൽ പരിക്ക് കാരണം തിരികെ വന്നില്ല. അപ്പോൾ 2 ടീമിനും ഒരു ഇഞ്ചുറിയുടെ രൂപത്തിൽ തിരിച്ചടികളുണ്ടായിരുന്നു. RCBയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിം ഡേവിഡ് ഇല്ല, അതുപോലെ പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചഹലില്ല. ഇനി നമ്മൾ ഫേസസ് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ തന്നെ പഞ്ചാബ് കിങ്സ് അടിപതർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പവർ പ്ലേ ഫേസിൽ 48 റൺസാണ് അവരെടുത്തത്, 4 വിക്കറ്റുകൾ നഷ്ടമായി. ഇപ്പോൾ നല്ല ഫോമിലുണ്ടായിരുന്ന ടോപ്പ് ഓർഡറിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രിയാൻഷാരി 7, പ്രഫ്സുബ്രാൻ 18, അതുപോലെ ജോഷ് ഇംഗ്ലിസ് 4, ശ്രേയസ് അയ്യർ 2, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെഹാൽ വധേര 8, ശശാങ്ക് 3, മുഷീർ ഖാൻ ഡക്ക്. 2 അക്കം കടക്കം കഴിഞ്ഞത് വെറും 3 പേർക്കാണ്. പ്രഫ്സുബ്രാൻ സിംഗ് 10 ബോളിൽ 18, മാർക്കസ് സ്റ്റോയിനിസ് 17 ബോളിൽ 26, അതുപോലെ തന്നെ അസ്മത്തുള്ള ഒമർ സായി 12 ബോളിൽ 18. ഇപ്പോൾ ഇവർ 3 പേരും അല്ലാതെ ബാക്കി ആർക്കും ഡബിൾ ഡിജിറ്റ്സ് പോലും കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പവർ പ്ലേയിൽ 4 വിക്കറ്റ് പോയി. ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി 6 വിക്കറ്റുകളും അവർക്ക് ആ ഒരു ഫേസിൽ നഷ്ടമായി. 53 റൺസ് മാത്രമാണ് അവർക്ക് ആ ഒരു ഫേസിൽ എടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വന്നപ്പോഴേക്കും 101 റൺസ് മാത്രമാണ് അവർ ടോട്ടൽ എടുത്തത്. RCBയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽ റൗണ്ട് ബോളിംഗ് പെർഫോമൻസ് ആണ്. സുയാഷ് ശർമ്മയാണ് പിക്ക് ഓഫ് ദ ബോളേഴ്സ്. ആ ഒരു സുയാഷിൻ്റെ ഗൂഗ്ലി ഇന്നലെ എതിർ ടീം പിക്ക് ചെയ്യുന്നത് ഉണ്ടായിരുന്നില്ല. സുയാഷ് 3 ഓവറിൽ 17 റൺസ് കൊടുത്ത് 3 വിക്കറ്റ്, ഹേസൽവുഡ് 21 റൺസ് കൊടുത്ത് 3 വിക്കറ്റ്, യഷ് ദയാൽ നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു, 4 ഓവറിൽ 26 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. പിന്നെ ഭുവിയും റൊമാരിയോയും ഓരോ വിക്കറ്റ് വീതം എടുത്തു. കൃണാൽ പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു RCBയുടെ ബോളിംഗ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് വരുന്നത്. ഇനി പിച്ചിൽ നിന്ന് എത്ര ഹെൽപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും 101 എന്ന് പറഞ്ഞൊരു ഒരു സ്കോർ എന്ന് പറയുന്നത് അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നതല്ല. അത് തന്നെയാണ് ഇന്നലെ പഞ്ചാബ് കിങ്സിന് സംഭവിച്ചത്.
ആർസിബിയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു തുടക്കം കിട്ടി. ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പവർ പ്ലേയിൽ പോയെങ്കിലും വളരെ മികച്ചൊരു തുടക്കം ഫിൽ സോൾട്ട് നൽകി. ഇപ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫിൽ സോൾട്ട് ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന പ്ലെയർ ആണ്. ഇപ്പോൾ ഒരു 5 മത്സരം കളിച്ചു കഴിഞ്ഞാൽ ഒരു 3 മത്സരത്തിലെങ്കിലും സോൾട്ട് നല്ലൊരു സ്റ്റാർട്ട് നൽകും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് മത്സരത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് ആ ഒരു കൈൽ ജെയിംസന്റെ ഒരു ഓവർ, ഒരു മെയ്ഡൻ ഓവർ വന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് കിട്ടിയ ഓവറിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോയി. പിന്നീടുള്ള 4 പന്തുകൾ മയങ്ക് അഗർവാളിന് ഒരു ക്ലൂ പോലും കിട്ടിയില്ല. എന്നാൽ പിന്നീട് ആ ഒരു മൊമെന്റം പഞ്ചാബ് കിങ്സിന് ബിൽഡ് ചെയ്യാൻ സോൾട്ട് അനുവദിച്ചില്ല. പടപടാന്ന് അടി വീണു. അപ്പോൾ അങ്ങനെ വന്നതോടെ ഒരു കാരണവശാലും അവർക്ക് മത്സരത്തിലേക്ക് തിരികെ വരാൻ പറ്റാത്ത സ്ഥിതിയായി. പ്രത്യേകിച്ച് അതിനുള്ളൊരു സ്കോറില്ല, എന്നാലൊന്ന് ഫൈറ്റ് ചെയ്തൊരു 10-15 ഓവർ വരെ നീട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അങ്ങനെ സോൾട്ട് 27 പന്തിൽ 56, എക്സലന്റ് 50 ആണ്. മയങ്ക് അഗർവാൾ ഒരു നല്ലൊരു ഷോട്ട്സ് ഒക്കെ കളിച്ചു, 2 4 ഒരു 6ഉം 13 പന്തിൽ 19. ജെയിംസൺ ഓവറിൽ സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് ബൗണ്ടറികൾ കണ്ടെത്താനായി. പിന്നീട് രജത് പട്ടിദാർ ഒരു ഹ്യൂജ് 6, ഒരു സ്ലോക്ക് സ്വീപ്പ് ചെയ്തിട്ടാണ് മത്സരം അവസാനിപ്പിച്ചത്. 8 പന്തിൽ 15 റൺസാണ് നമ്മുടെ പട്ടിദാർ എടുത്തത്. ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് കിങ്സ് നിരയിൽ 3 പേർക്ക് മാത്രമാണ് 2 അക്കം കടക്കാൻ കഴിഞ്ഞതെങ്കിൽ RCB നിരയിൽ എല്ലാവരും 2 അക്കം കടന്നു. പിന്നെ ഈ ഒരു മത്സരത്തിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു പവർ പ്ലേ ഫേസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവർ 48-ന് 4 ആണെങ്കിൽ RCB 61, ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 61 റൺസ് എടുത്തു. പിന്നീട് അറിയാമല്ലോ, അടുത്ത 4 ഓവറിൽ കളി തീർന്നു. 45 റൺസാണ് അടുത്തൊരു ഫേസിൽ സ്കോർ ചെയ്തത്. അവരുടെ 6 വിക്കറ്റ് പോയപ്പോൾ ഇവിടെ 1 വിക്കറ്റ് മാത്രമേ പോയുള്ളൂ. അങ്ങനെ വന്നപ്പോഴേക്കും തീർത്തും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വിജയം. പ്ലേ ഓഫുകളിൽ ആദ്യമായിട്ടാണ് ഒരു ടീം 15 ഓവറിന് താഴെ പുറത്താവുന്നത്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിട്ട് ഒരു കോൺഫിഡൻസ് ഡെന്റ് ചെയ്യുന്ന ഒരു പരാജയമാണ്. അവരിങ്ങനെ ഈ ഒരു രീതിയിൽ പരാജയപ്പെട്ട ടീമല്ല. അതായത് 14 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുമായിട്ട് പ്ലേ ഓഫിലേക്ക് വന്ന ടീമാണ് ഒന്ന് ചെറുത്ത് നിൽക്കാൻ പോലും ആവാതെ പരാജയപ്പെടുന്നത്. ഇനി അവർ കളിക്കേണ്ടത് GT മുംബൈ മത്സരത്തിലെ വിജയികളോടാണ്. ഇപ്പോൾ ശ്രേയസ് അയ്യർ സൂചിപ്പിച്ചതുപോലെ വി ഹാവ് ലോസ്റ്റ് ദ ബാറ്റിൽ ബട്ട് നോട്ട് ദ വാർ. ഈ ഒരു ബാറ്റിൽ പരാജയപ്പെട്ടു, പക്ഷേ ഞങ്ങൾ ഈ വാർ പരാജയപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇനി ഒരു അവസരം ഉണ്ടെന്നാണ് ശ്രേയസ് അയ്യർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇനിയും അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് അടുത്ത മത്സരം നടക്കുന്നത്, ക്വാളിഫയർ 2. ഇപ്പോൾ ഇന്നത്തെ മത്സരം മുള്ളൻപൂരിലാണെങ്കിലും ഇനി ക്വാളിഫയർ 2 അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് ആണോ മുംബൈ ഇന്ത്യൻസ് ആണോ അവരുടെ എതിരാളികൾ എന്ന് അവർക്ക് ഇന്നറിയാം. എന്തായാലും അവർ അടുത്ത അവസരത്തിൽ വളരെ മികച്ച രീതിയിൽ കളിച്ച് മുന്നോട്ട് വരട്ടെ. ഇനി RCBയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുയാഷ് ശർമ്മയാണ് മാൻ ഓഫ് ദ മാച്ച്. പിന്നീട് ഇപ്പോൾ പലരും പറഞ്ഞു, ഇപ്പോൾ യശ് ദയാൽ ഫോം ഔട്ട് ആയപ്പോൾ യശ് ദയാലിനെ മാറണം, അതുപോലെ സുയാഷിനെ ടീമിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ വിമർശകരുടെ എല്ലാവരുടെയും ആ ഒരു വായ അടപ്പിക്കുന്നു. ഇപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് സുയാഷിന് ഇനി വേണോ അല്ലെങ്കിൽ യശ് ദയാലിന് ഇനി വേണോ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം മറുപടി തരുന്ന ഒരു പെർഫോമൻസ് ആണ് അവർ നടത്തിയത്. തീർത്തും വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. പിന്നീട് തീർച്ചയായിട്ടും ആ ഒരു പഞ്ചാബ് കിങ്സിന്റെ ആ ഒരു വേവാർഡ് ആയിട്ടുള്ള ബാറ്റിങ്ങും അതിനെ ഹെൽപ്പ് ചെയ്തെങ്കിലും ഇറ്റ്സ് എ റിയലി ഗുഡ് പെർഫോമൻസ്. അപ്പോൾ 2016 ശേഷം വീണ്ടും ഫൈനലിൽ എത്തുകയാണ്. ഇത്തവണ 17 വർഷത്തെ RCB ആരാധകരുടെ കാത്തിരിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പ് ഈ വർഷം അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരു 5 ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഫൈനലിൽ RCB ഇറങ്ങുന്നത്. ഇന്നലത്തെ മത്സരത്തിലെ പോലെ തന്നെ ഒരു പെർഫോമൻസ് ഫൈനലിലും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയാണ് എനിക്ക് ഇന്നലത്തെ മത്സരത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്ഥിരം നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ അത്രയും വരില്ല. അതിന് ഞാൻ തുടക്കം തന്നെ ക്ഷമ ചോദിച്ചു. അത് സാഹചര്യം കൊണ്ടാണ്, അറിയാലോ, ഭയങ്കര മഴയാണ്. ഇപ്പോഴും ഞാൻ ബാൽക്കണി ഇരിക്കുമ്പോൾ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇടാൻ സാധിക്കില്ല. അപ്പോൾ കറണ്ടും ഇപ്പോഴെങ്കിലും വരാൻ സാധ്യതയില്ല, വൈകിട്ടേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ എനിക്കിനി അടുത്തൊരു പ്രിവ്യൂ വീഡിയോ ഉണ്ട് വരാനായിട്ട്. അതിടാൻ കഴിയുമോ എന്നറിയില്ല. അതും ഞാൻ ഇതുപോലെ തന്നെ ശ്രമിക്കാം. ഇത് എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ പ്രിവ്യൂ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.